പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പൗരോഹിത്യത്തെയും, ഞങ്ങളുടെ സന്യാസ സമർപ്പണ ജീവിതത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൗരോഹിത്യത്തെ, സന്യാസ സമർപ്പണ ജീവിതത്തെ, സഭാ നേതൃത്വത്തെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാര ശക്തികളും തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ദുർഭൂതങ്ങളും യേശു നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിട്ടുമാറി പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, വൈദികർക്ക് സമർപ്പിതർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ വലിയ കൃപയും കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളും ഈ ലോകം മുഴുവനും വ്യാപരിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാര്, സ്ലിഹന്മാര്, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവരിലൂടെ ദൈവത്തിന്റെ ശക്തി, അവിടുത്തെ കൃപ, അവിടുത്തെ ജീവൻ അനേക ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തണം. അതിന് സാധിക്കണമെങ്കിൽ വലിയ അഭിഷേകത്താല്, വലിയ ശക്തിയാല് നമ്മുടെ വൈദികരും സമർപ്പിതരും നിറയപ്പെടണം. അതിനെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളും പ്രവൃത്തികളും അതിപ്രബലമാണ്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈദികരുടെ വിശുദ്ധിയെ കുറിച്ചാണ്. വിശുദ്ധി, ഹോളിനെസ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ കോൺസെക്രേറ്റഡ് ലൈഫ്. നമ്മുടെ വൈദികരും സമർപ്പിതരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് മാറണം. പരിശുദ്ധമായ പൗരോഹിത്യം, പരിശുദ്ധമായ സമർപ്പണ ജീവിതം, പരിശുദ്ധമായ കൂദാശകൾ, പരിശുദ്ധമായ വെഞ്ചരിപ്പുകള്, പരിശുദ്ധമായ പ്രാർത്ഥനകള് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് ചേർന്ന വിശുദ്ധിയുള്ള, അഭിഷേകമുള്ള, ചൈതന്യമുള്ള വൈദികരാകണം, സമർപ്പിതരാണ്. ഞാൻ ഓർക്ക ഈ വൈദികർക്കുള്ള പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ കുറേ പേര് പല പല അനുഭവങ്ങളുമായിട്ട് അച്ഛനെ വിളിക്കാനും സംസാരിക്കാനും പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് വൈദികരെ കുറിച്ചും സമർപ്പിതരെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണുപോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയവര്, കുടുംബത്തില് കയറി കുടുംബ ബന്ധങ്ങൾ പോലും തകർത്ത ചില അഭിഷിക്തരുടെ അനുഭവങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എന്ത് പറയുന്നില്ല. പ്രിയപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധി എന്നുള്ളത് അതിന്റെ ചൈതന്യത്തോടു കൂടി ജീവിക്കണം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാന്ന് പറയുമ്പോ ആ വിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുന്ന അഭിഷിക്ത കരങ്ങൾ, പണ്ടൊക്കെ നമ്മൾ പൂശപ്പെട്ട കരങ്ങൾ, പണ്ട് ഞങ്ങൾ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോ വൈദികരുടെ കരങ്ങൾ റോസ്മ ചെയ്യും. പ്രിയപ്പെട്ടവരെ, റോസ്മ ചെയ്ത അവരുടെ അഭിഷിക്ത കരങ്ങൾ അത് വിശുദ്ധമായിരിക്കും. എന്നാൽ കഷ്ടമേ എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, പിശാച് ആ വിശുദ്ധി, പരിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ലോകാരൂപിയിലേക്ക്, ജഡികമായിട്ടുള്ള പല പല മ്ലേച്ഛതകളിലേക്ക്, അശുദ്ധികളിലേക്ക്, സിനിമകളിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ വിളികള്, കോണ്ടാക്റ്റുകള്, ബന്ധങ്ങളിലേക്ക് ഇന്ന് പിശാച് അനേകം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ബലഹീനരാ, ഞങ്ങൾക്ക് ജന്മപാപത്തോടെ ജനിച്ചവരാ, പാപത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ച് പ്രലോഭനങ്ങളെ, അതിനെ തകർത്തെറിഞ്ഞ് പിശാചിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി അതിലൊന്നും വീഴാതെ പൗലോസ് പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്ന വലിയൊരു അഭിഷേകം. ശരീരം എന്നുള്ളത് ജഡം,
ജഡത്തിന്റെ ആസക്തികള്, ശരീരത്തിന്റെ ആഗ്രഹങ്ങള്, അതിന്റെ ഇച്ഛകള്, അത് വളരെയേറെ പൈശാചികവും തിന്മ നിറഞ്ഞതുമാണ്. അതുകൊണ്ട് വൈദികരും സമർപ്പിതരും വ്രതബദ്ധമായ ജീവിതം ജീവിക്കുന്നവരാണ്. ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അനുസരണത്തിന്റെയും വ്രതബദ്ധമായ ജീവിതത്തില് ശാരീരിക വിശുദ്ധി, ആ ചൈതന്യത്തില് ബ്രഹ്മചര്യത്തിന്റെ കന്യകാവ്രതത്തിന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി, അതോടൊപ്പം തന്നെ കാണുന്ന കാര്യങ്ങള്, കേൾക്കുന്ന കാര്യങ്ങള്, സംസാരിക്കുന്ന കാര്യങ്ങള്, ഇടപെടുന്ന കാര്യങ്ങള് എല്ലാം തന്നെ വിശുദ്ധിയുള്ള, ചൈതന്യമുള്ള, പരിശുദ്ധമായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മള് ശരീരത്തിന്റെ മേഖലയിൽ നിന്ന് ആത്മാവിന്റെ മേഖലയിലേക്ക് ഉണരുമ്പോഴാണ് മറ്റുള്ളവരുടെ ആത്മരക്ഷ. അവന്റെ വേറൊന്നുമല്ല, സമ്പത്തല്ല, ശരീരമല്ല, മറ്റ് സുഖങ്ങളല്ല, അവന്റെ ആത്മാവിന്റെ രക്ഷ. അവന്റെ ശരീരത്തെ കണ്ടല്ല, അവന്റെ സൗന്ദര്യത്തെ കണ്ടല്ല, അവന്റെ സമ്പത്തിനെ കണ്ടല്ല, അവന്റെ ആത്മാവിനെ പ്രതി, ആത്മാവിനെ കണ്ട് വിശുദ്ധിയോടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാകണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇന്ന് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി അതിശക്തമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന അഭിഷിക്ത കരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കലോ, മലിനമാകാതെ കാക്കണമേ. അവരുടെ ഹൃദയങ്ങളെ, മുദ്രിത മക്കളുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. പുശപ്പെട്ട കരങ്ങളെ മലിനമാക്കല്ലേ കർത്താവേ. ഒരുപാട് മക്കളെ, നമുക്കതിനു വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. മോശയുടെ വിശുദ്ധ കരങ്ങൾ ജനത്തിനു വേണ്ടി ഉയർത്തപ്പെട്ട് നിന്നപ്പോ കർത്താവിന്റെ ശക്തി ആ കരങ്ങളിലൂടെ ആ മക്കളിലേക്ക് പ്രവഹിക്കുകയും ആ ജനം വിജയം വരിച്ചതുപോലെ അഭിഷിക്ത കരങ്ങൾ, വിശുദ്ധമായ അഭിഷിക്ത കരങ്ങൾ, ആ അഭിഷിക്ത പുരോഹിതരുടെ പരിശുദ്ധമായ കരങ്ങൾ ഇടവകകളിൽ, സന്യാസ ഭവനങ്ങളില്, ശുശ്രൂഷ മേഖലകളില് അഭിഷിക്ത കാര്യങ്ങൾ അഭിഷേകത്തിന്റെ വിശുദ്ധിയോടെ ഉയർത്തപ്പെട്ടു നിൽക്കുന്ന വലിയൊരു അഭിഷേക ശക്തി വ്യാപരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വൈദികരെ പറഞ്ഞിട്ടും കാര്യമില്ല, സമർപ്പിതരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് വീഴ്ത്താൻ വേണ്ടി. അതുകൊണ്ടാ സാത്താൻ നിന്നെ പാറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ, പത്രോസേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഈശോ പറയുന്നുണ്ട്. എൻ്റെ പ്രിയയുടെ മക്കളെ, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, പിശാചിനാൽ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പൗരോഹിത്യം, സന്യാസ സമർപ്പണ ജീവിതങ്ങള് ലോകാരൂപിയിലേക്ക് അടിമപ്പെടുത്തി, അതുപോലെ തിന്മ, മ്ലേച്ഛത, അശുദ്ധി, വ്രതബദ്ധമായ ജീവിതത്തിന്റെ ലംഘനങ്ങൾ അതിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. മൺപാത്രങ്ങളിലെ നിധിയാണ് ഞങ്ങളുടെ പൗരോഹിത്യവും സന്യാസ സമർപ്പണ ജീവിതവും. ഞങ്ങളും മനുഷ്യരാണ്, ബലഹീനരാണ്. പക്ഷേ ഈ ബലഹീനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതിയെ ദൈവകൃപയാൽ നിറച്ച്, കൃപയ്ക്കുമേൽ കൃപയിൽ നിറച്ച്, ദിവ്യകാന സന്നദ്ധിയിലിരുന്ന് ആ കൃപയാൽ നിറച്ചെടുത്ത്, ആ ശക്തിയാൽ നിറച്ചെടുത്ത്, ആ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ചെടുത്ത് മുന്നോട്ട് പോകേണ്ട ജീവിതങ്ങൾ അതിലൊക്കെ പരാജയം സംഭവിച്ചപ്പോ, അതിലൊക്കെ കുറവ് സംഭവിച്ചപ്പോ ജഡം ഉണരാൻ തുടങ്ങി, മ്ലേച്ഛത ഉണരാൻ തുടങ്ങി, ലോകാരൂപി ഭരിക്കാൻ തുടങ്ങി. ഈ ലോകത്തിന്റെ അധികാരി പല പൗരോഹിത്യങ്ങളെയും അടിമപ്പെടുത്തി നശിപ്പിക്കാൻ തുടങ്ങി. അവിടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ പൗരോഹിത്യത്തിന്റെ പ്രതാപം, പൗരോഹിത്യത്തിന്റെ പദവിയുടെ ശക്തി, അത് വിശുദ്ധിയാണ്, പരിശുദ്ധിയാണ്, അഭിഷിക്തമാണ്, റൂഷ്മ ചെയ്യപ്പെട്ടതാണ്, വേർതിരിക്കപ്പെട്ടതാണ്. ഒരു ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുമിച്ച് നമ്മളിന്ന് പങ്കെടുക്കുന്ന വൈദികരും സന്യസ്തരും എല്ലാ കുടുംബങ്ങളും എല്ലാ മക്കളും നമ്മുടെ അഭിഷിക്ത കരങ്ങൾ വിശുദ്ധമായ കരങ്ങളാക്കി ഉയർത്തപ്പെട്ട് അനേക മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, സഭയുടെ നാനാ മേഖലകൾക്ക് വേണ്ടി അനേകം അഭിഷിക്ത കരങ്ങൾ, വിശുദ്ധ കരങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങൾ, മലിനമാകാതെ കാത്തു സൂക്ഷിച്ച കരങ്ങൾ ഉയർത്തപ്പെടട്ടെ. അതിന്റെ അഭിഷേകം, അതിന്റെ ശക്തി ആ കരങ്ങളിലൂടെ, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് നൽകപ്പെട്ട ദൈവിക വരം എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അഭിഷേകത്തിന്റെ കരത്തിന്റെ ശക്തി, പകരപ്പെടുന്ന ദൈവിക വരങ്ങൾ അത് തടസ്സപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പരിശുദ്ധമായ വിശുദ്ധമായ അഭിഷേക്ത കരങ്ങൾ ഉയർത്തപ്പെടണം, നമ്മുടെ ശിരസ്സുകളിൽ വയ്ക്കപ്പെടണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടണം.
ആ കരങ്ങൾ വെച്ച് ബലിയർപ്പിക്കണം. ഉദാസികൾ പരിക്രമം ചെയ്യണം. വെഞ്ചിരിപ്പുകൾ നടത്തണം. പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. വിശുദ്ധ കുരിശിനാൽ ആശീർവാദം നമുക്ക് തരണം. കർത്താവേ, വിശുദ്ധമായ കരങ്ങളോടെ, പരിശുദ്ധമായ മനസ്സോടെ, പരിശുദ്ധമായ ഹൃദയത്തോടെ, വിശുദ്ധമായ ശരീരത്തോടെ അങ്ങയുടെ തിരുമുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളെല്ലാവരെയും, സമർപ്പിതരെ, സന്യസ്തരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കുർബാനയിലും കരുണയുടെ ജപമാലയിലും പരിശുദ്ധ ജപമാലയിലും നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥനകളിലും അതിശക്തമായി പ്രാർത്ഥിക്കാം. വിശുദ്ധി, പൗരോഹിത്യത്തിൻ്റെയും സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും പരിശുദ്ധിക്കും വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഇന്ന് മാത്രമല്ല, എന്നും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും വലിയ വിടുതലിൻ്റെയും വലിയ ദൈവകൃപയുടെയും അഭിഷിക്ത കരങ്ങളിലൂടെ കൈമാറിക്കിട്ടുന്ന ദൈവിക വരത്തിൻ്റെ ശക്തമായ അഭിഷേകത്തിൻ്റെയും കുത്തൊഴുക്കിൻ്റെയും വലിയ അനുഭവമാണ്. അത് അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കനിഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിനാൽ തന്നെ അനുഗ്രഹിക്കും. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന വൈദികരായ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തരെ, അഭിവന്യ പിതാക്കന്മാരെ, എല്ലാ സമർപ്പിതരെയും എല്ലാ സന്യാസിനെയും സന്യാസിമാരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാവരും ഞങ്ങളുടെ മക്കളാണ്, മനുഷ്യരാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. കർത്താവേ, അതുകൊണ്ട് തന്നെ ഒത്തിരി കുറവുകളും പോരായ്മകളും മുറിവുകളും ബലഹീനതകളും ദുർബലതകളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുണ്ട്. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങ് വിളിക്കപ്പെട്ട വിളി വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. കർത്താവെ, ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേകവും പരിശുദ്ധിയും ചൈതന്യവും അതിനുവേണ്ട എല്ലാ കൃപകളും നിറച്ച് ഞങ്ങളെല്ലാ വൈദികരെയും ഞങ്ങളുടെ സന്യസ്തരെയും സമർപ്പിതരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ബലി അർപ്പിക്കാൻ, പരിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, പരിശുദ്ധമായ വെഞ്ചിരിപ്പുകൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി നടത്താൻ, പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ വിശുദ്ധമായ സാന്നിധ്യങ്ങളായിട്ട് മാറണം കർത്താവേ. ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതങ്ങൾ, സമർപ്പണ ജീവിതങ്ങൾ, അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റൂഷ്മ ചെയ്യപ്പെട്ട അഭിഷിക്തമാക്കപ്പെട്ട കരങ്ങളെ അതിന്റെ പരിശുദ്ധിക്ക് നിരക്കുന്ന വിധത്തില് അവിടുത്തെ തന്നെ കാത്തു സംരക്ഷിക്കണമേ. ബലഹീനതകളിൽ അവരെ ശക്തിപ്പെടുത്തണമേ. ജടികമായ ആസക്തികള്, ലോകാരൂപിയുടെ പ്രവർത്തനങ്ങള്, വ്യഭിചാര ദുർബോധത്തിന്റെ പൈശാചിക ദുരാത്മ ദുർബോധങ്ങള് ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ സമർപ്പിതരെ അടിമപ്പെടുത്തി ബന്ധിച്ച് അതിൽ വീഴ്ത്തി അശുദ്ധമാക്കാതിരിക്കാൻ കർത്താവേ അങ്ങയുടെ ആണിപ്പാടേറ്റ പരിശുദ്ധ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ അഭിഷിക്തരെ, ഞങ്ങളുടെ സമന്യാസ സമർപ്പിതരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മുറിവേറ്റ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളെല്ലാ വൈദികരെയും ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് കാത്തുകൊള്ളണം. ദുഷ്ടനിൽ നിന്ന് ഈശോയെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അവർ ലോകത്തിൻ്റെതല്ല. ദുഷ്ടനിൽ നിന്ന് അങ്ങ് കാത്തുകൊള്ളണം. പിശാചിന്റെ പിടിയിൽ വീഴാതിരിക്കാൻ അങ്ങയുടെ മക്കളെ അങ്ങ് തന്നെ സംരക്ഷിക്കണം കർത്താവേ. എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുർബലമാക്കപ്പെട്ട വൈദികര്, തിരുമേലേക്ക് ചാഞ്ഞിരിക്കുന്ന വൈദികര്, സന്യസ്തരെ, സമർപ്പിതര്, കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവരെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കരങ്ങളെയും ശരീരത്തെയും പരിശുദ്ധമാക്കണമേ. വിശുദ്ധിയോടെ ബലിയർപ്പിക്കാൻ, വിശുദ്ധിയോടെ ഉദാശകൾ പരിക്രമം ചെയ്യാൻ, വിശുദ്ധിയോടെ പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കർത്താവ് ഞങ്ങളുടെ വൈദികർക്ക്, അഭിവന്യ പിതാക്കന്മാർക്ക്, സന്യാസിമാർക്ക് കൃപ ലഭിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ,
ആ പരിശുദ്ധിയിൽ നിന്ന് ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ വൈദികരുടെ മേലും, ഞങ്ങളുടെ സമർപ്പിതരുടെ മേലും, എല്ലാ വൈദിക മേലധ്യക്ഷന്മാരുടെ മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുചേരാൻ ഞങ്ങളെല്ലാവരും പരിശുദ്ധരായിരിക്കട്ടെ, വിശുദ്ധമായിരിക്കട്ടെ. ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധമായിരിക്കട്ടെ. തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അവർക്ക് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫല സമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും, പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അമ്മ മാതാവേ, അമ്മയുടെ വലിയ സംരക്ഷണത്തിലേക്ക്, അമ്മയുടെ കൃപ നിറഞ്ഞ കർത്താവ് കൂടെയുള്ള പരിശുദ്ധിയിലേക്ക് എല്ലാ വൈദികരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തില് എല്ലാ വൈദികരെയും, സന്യാസ സമർപ്പിത ജീവിതം ജീവിക്കുന്ന മക്കളെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ പരിശുദ്ധിയുടെ നീലങ്കിയിൽ പൊതിഞ്ഞ് എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ. ലോകപാപ പിശാച് അവരെ വീഴ്ത്തി നശിപ്പിക്കാതിരിക്കട്ടെ. ദുഷ്ടഘോര ശത്രു അവരെ പരാജയപ്പെടുത്താതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ചിറകിന്റെ കീഴിൽ പരിശുദ്ധമ്മ മാതാവേ, അമ്മയുടെ നീലങ്കിക്കുള്ളിൽ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, അവിടുത്തെ പവിത്ര മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും കാത്തു സൂക്ഷിക്കണമേ. എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക വികാരിമാര്, സന്യാസ വൈദികര്, ആത്മീയ പിതാക്കന്മാര്, അഭിവന്യ പിതാക്കന്മാര്, പരിശുദ്ധ പിതാവ് മുതൽ വിളിക്കപ്പെട്ട എല്ലാ വൈദിക മേലധ്യക്ഷന്മാരെയും വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധിയോടെ തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ കൂദാശകൾ, പരിശുദ്ധമായ പൗരോഹിത്യ ധർമ്മം, സമർപ്പണ ജീവിതത്തിന്റെ വ്രതബദ്ധമായ ജീവിതത്തിന്റെ ജീവിതവും ധർമ്മങ്ങളും പരിശുദ്ധിയിൽ പൂർത്തിയാക്കാൻ കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷ റിസൾട്ട് അറിഞ്ഞ് ഉപരിപഠനത്തിന് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ഇടങ്ങൾ അങ്ങ് തന്നെ ഒരുക്കണമേ. ഉപരിപഠനാർത്ഥം കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കോളേജുകൾ, ഇടങ്ങൾ അങ്ങ് തന്നെ ഒരുക്കണം. നല്ല സ്ഥലങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, നല്ല അന്തരീക്ഷം, ദേവാലയം, പ്രാർത്ഥന എല്ലാമുള്ള ഇടങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്ക് പഠനവും ഉപരിപഠനവും ഒക്കെ ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യുവമക്കളുടെയും കുഞ്ഞുമക്കളുടെയും ഈ സമയത്തിന് ആവശ്യമായ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ വരങ്ങളും കൃപകളും പരിശുദ്ധിയും ചൊരിഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സന്യാസിനി സന്യാസിമാരെ പരിശുദ്ധിയുടെ പുതിയ വസ്ത്രം ധരിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, മക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുചേരാൻ അങ്ങയുടെ വൈദികരെയും അങ്ങയുടെ സമർപ്പിതരെയും അങ്ങയോട് തന്നെ ചേർത്ത് പിടിച്ച് അങ്ങ് തന്നെ കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ,